ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വീട്ടിൽ ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ആരോടുകൂടിയ കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ്. പിന്നെ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലല്ല, നമുക്ക് കയ്യിലുള്ള അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ നല്ല ജീരകവും, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് കയ്യിലില്ലെങ്കിൽ ഏലക്കയുടെ ആ കുരു മാത്രം ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടും വരാട്ടോ. അപ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ മതിയാകും. അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവിന്റെ കട്ടി ഇത്രയും ഉണ്ടാവണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഒന്ന് നെയ്യിൽ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ ഉള്ളി ഒരു 5-8 എണ്ണം എടുക്കുക. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും നല്ല ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചേക്കാം. പിന്നീട് വേണ്ടത് 2 കട്ട് ശർക്കരയാണ്. അതൊരു 200 ഗ്രാമോളം കാണും കേട്ടോ. അതും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പാനിയാക്കി എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതേ ചൂടോടെ തന്നെ അരിച്ചു കൊടുക്കുകയും വേണം, അതുപോലെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നാലാണ് ആ ആരോട് കൂടിയ ഉള്ള കലത്തപ്പം നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം നമ്മൾ ആക്കി വെച്ച തേങ്ങാക്കൊത്തും ഉള്ളി ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചുടുന്നതിന് ഒരല്പം മുൻപ് തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കണം, കട്ടകളില്ലാതെ കലക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ അപ്പം ചുടുന്ന അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് പിന്നീട് മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നാലാണ് നല്ല ഉള്ളൊക്കെ ആരോട് കൂടിയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ടിട്ട് ആ മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിൽ ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കുട്ടി കുട്ടി അപ്പാവുമ്പോൾ അതാണല്ലോ കഴിക്കാനും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ എല്ലാ അപ്പങ്ങളും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ആരോട് കൂടിയ കലത്തപ്പാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ആരോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ശർക്കരപ്പാനി നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈം ഒന്ന് നോക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.